ഹായ്, ഹരീഷ് മിമിക്രി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിലെയും തമിഴിലെയും ചില താരങ്ങൾ ദീപാവലി ആശംസ അറിയിക്കാനായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാണ്. അവരുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് ദീപാവലി ആശംസിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിത്തറ വലിയ വിട്ട ഭയം തറ വലിതാണ്ട മാസ് 1 2 3 4 5 6 8 10 அண்ணா வணக்கம் அண்ணா. எல்லோரும் தீபாவளி செலிப்ரேட் பண்ணதுக்கு ரொம்ப பிஸியாக இருக்கீங்க. ஆனால் நான் எல்லாருக்கிட்ட ஒரு வார்த்தை சொல்கிறேன், கேட்குறேங்களா? குட்டி குட்டி நண்பர்களே, எல்லாருக்கும் என்னோட வணக்கம். நீங்கள் எல்லோரும் தீபாவளி செலிப்ரேட் பண்ணதுக்கு முன்னாடி ஸ்வீட்ஸ் சாப்பிட்டுட்டு செலிப்ரேட் பண்ணுங்க. ஹாப்பி தீபாவளி நண்பா. അങ്ങനെ പടക്കിട എന്തൊക്കെയായിരുന്നു കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ, ടമാർ പട. എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം കത്തി ചാമ്പലാവുന്നു. ബൈ ഞാൻ പറയാമെന്ന കാര്യം വിട്ടുപോയി. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും മണവാളൻ ആൻഡ് സൺസിൻ്റെ പേരിലും ஹாப்பி தீபாவளி. தம்பி, நீ கேட்குற விலைக்கு தீபாவளி ஸ்வீட்ஸ் இங்கு கிடைக்காது. உனக்கு நான் வேணா கொஞ்சம் ஸ்வீட்ஸ் தரேன். 2 பேடா, 3 ஜிலேபி, 5 லட்டு, 2 பாதுஷா. இதெல்லாம் சாப்பிட்டு சந்தோஷமா ட்ரெயின் ஏறி சிவகாசி போனா உனக்கு பொட்டாஸ் கிடைக்கும். அது வாங்கி ஆத்துல வந்து சாயங்காலமா பொட்டாஸ் பொட்டிச்சு செலிப்ரேட் பண்ணிக்கோ. എല്ലാവർക്കും എന്നോട് ഹാപ്പി ദിവാലി. സത്യം പറഞ്ഞാൽ ദീപാവലിയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യ ശ്രീലങ്ക മാച്ചിൻ്റെ തലേ ദിവസം ഞാനും രാവിലും കൂടി പടക്കം മേടിക്കാൻ പോയതാണ്. ഞങ്ങൾ പടക്കം മേടിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ ധോണിഭായി പറഞ്ഞു, ഇന്ന് മൊത്തം പടക്കം പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ല, നാളെ മാച്ചിന് ശേഷം നമുക്ക് പടക്കം പൊട്ടിക്കാം. പറഞ്ഞ പോലെ തന്നെ ധോണിഭായി അടുത്ത ദിവസം മാച്ച് കളിക്കുമ്പോൾ 5-6 6 അടിച്ചിട്ട് പടക്കം പൊട്ടിച്ചു. മാച്ച് കഴിഞ്ഞ ശേഷം ഞാൻ വന്നിട്ട് ധോണിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കാൻ ബാലൻസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ധോണിഭായി പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്വീറ്റ്സ് കഴിച്ച് എൻജോയ് ചെയ്യൂ, പടക്കമൊക്കെ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആ ഓർമ്മ വന്നത്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദീപാവലി. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ദീപാവലിക്ക് വൈകിട്ട് എൻ്റെ ഒരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാം നടത്തിയാലോ? മോണിക്ക ഡാൻസ് ഞാനൊന്ന് കളിച്ചാൽ വളരെ നന്നായിരിക്കും. കുട്ടിക്ക് ഞാനൊരു ഓഫറും കൂടി തരാം. എൻ്റെ ഡാൻസ് സ്റ്റെപ്പ് കാണാൻ വന്നു കഴിഞ്ഞാൽ ദീപാവലി സ്വീറ്റ്സ് കഴിക്കുന്നതിനൊപ്പം പടക്കത്തെക്കുറിച്ച് എൻ്റെ ഒരു കവിതയും കൂടിയുണ്ട്. അതും കൂടി ഞാൻ പ്രസൻറ്റ് ചെയ്യും. അതും കൂടി കാണാൻ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ധൈര്യമായിട്ട് വന്നോളൂ. ഹാപ്പി ദീപാവലി. അവൻ സമ്മതിച്ച് അവൻ്റെ വീട്ടിന് മുമ്പിൽ നിന്ന് പടക്കം പൊട്ടിക്കാൻ അവൻ സമ്മതിച്ച്. എന്തൊക്കെയായിരുന്നു കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ. എന്നാ പിന്നെ എനിക്ക് ദീപാവലി സ്വീറ്റ്സ് മാത്രം കഴിച്ചവിടെ ഇരുന്നാ പോരെ. ഞാൻ പോണ്. ഹാപ്പി ദീപാവലി. കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. പടക്കം പൊടിക്കുമ്പോൾ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. ബിഗ് ബോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മാത്രം ഒറ്റയ്ക്ക് കമ്പിത്തിരി പൊട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കമ്പിത്തിരി തരണം ബിഗ് ബോസ്. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങളൊന്നും കാണാത്ത അണ്ണനൊരു ദീപാവലി ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പണ്ട് അണ്ണൻ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ദീപാവലി ആഘോഷിക്കാനായിട്ട് ആഗ്രഹം തോന്നി. അണ്ണൻ അപ്പം തന്നെ കുറെ പടക്കങ്ങൾ മേടിച്ച് ഫ്ലാറ്റിന് മുമ്പ് വെച്ച് പൊട്ടിച്ച്. സൗണ്ട് കേട്ട് ഫ്ലാറ്റിലുള്ള പിള്ളേരൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഓടി. അപ്പം തന്നെ ഫ്ലാറ്റിൽ നിന്ന് ആൾക്കാർ ഓടി വന്ന് വാച്ച്മാനെ പിരിച്ചു വിട്ട്. അണ്ണൻ അപ്പം തന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി വാച്ച്മാനെ കൊടുത്ത്. അപ്പം തന്നെ വാച്ച്മാൻ പറഞ്ഞു, ഹാപ്പി ദിവാലി എന്ന്. അണ്ണ, ഞങ്ങൾക്ക് സ്വീറ്റ്സ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു ഭാഷ മേടിച്ചു തരും. ഹാപ്പി ദിവാലി അണ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. ഈ കലണ്ടറിൽ 365 ദിവസം ഉള്ളതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ദിവസം ദീപാവലി ആയിട്ട് ആഘോഷിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല രീതിയിലാണ് ഇവിടെ ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ റൂമിലിരുന്ന് ആഘോഷിക്കും, ചിലർ പുറത്ത് റോഡിലിരുന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ഒന്ന് ആഘോഷിച്ചാൽ മതി. എന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പോയിട്ട് ഒരു പടക്കം പൊട്ടിച്ചിട്ട് വരാം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദീപാവലി. அடிங்கடா தம்பி, உனக்கு தீபாவளி செலிப்ரேட் பண்ணுமா? அதுக்காக முதல்ல கல்லூர்ந்து பஸ்ஸுக்கு ஏறு. എന്നിട്ട് MG ரோடில் வந்து இறங்கு. அங்குது டேனு லெஃப்ட்டு ரைட்டு ஸ்ட்ரெயிட்டு அகர்வால் ஸ்வீட் ஷாப். அங்கே கேറി നല്ലൊരു ദീപാവലി സ്വീറ്റ്സ് ബോക്സ് വാങ്ങ്. அங்குது திருப்பி பஸ்ஸு கேறி கல்லூரில் வந்து இறங்கு. அங்கே உன்னோடு
காமுகி இருப்பாள் ஜெஸ்ஸி, அவளுக்கு இந்த gift கொடுக்கு, എന്നിട്ട് நீ சொல்லு ஹாப்பி தீபாவளி.